സംസ്ഥാന പോലീസ് മേധാവിയായുള്ള റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം രാഷ്ട്രീയ ചർച്ചയാകുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് ചരിത്രം ഓർമ്മിപ്പിച്ച ജയരാജൻ യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരെന്നും പ്രതികരിച്ചു. എന്നാൽ നിയമനത്തെ ന്യായീകരിക്കുകയാണ് CPIM സംസ്ഥാന നേതൃത്വം. 1994 നവംബറിൽ തലശ്ശേരി അഡീഷണൽ SP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെടുകയും അടുത്തിടെ അന്തരിച്ച പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് വെടിവെപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അതേ റവാഡയാണ് 2ാം പിണറായി സർക്കാർ കാലത്ത് പോലീസ് തലവനായി എത്തുന്നത്. ആ ചരിത്രം ആര് മറക്കാൻ ശ്രമിച്ചാലും കണ്ണൂരിലെ CPIM നേതാക്കൾക്ക് പറ്റില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് P. ജയരാജന്റെ പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവദാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു കാലത്ത് ഈ തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതികളായിരുന്നു. ഈ നിതിൻ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ആ ഭാഗമായിട്ടുള്ള DYFI നടത്തിയിട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് M. സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. അപ്പോൾ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ DGPയെ നിശ്ചയിച്ചിരിക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് ഓർമ്മപ്പെടുത്തുന്നു എന്നതിനപ്പുറം യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് പോലീസ് മേധാവിയാക്കില്ലെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന ജയരാജന്റെ നിലപാടും ചർച്ചയാകുന്നുണ്ട്. എന്നാൽ കേസിൽ റവാഡയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെന്ന വാദമുയർത്തിയാണ് CPIM പ്രതിരോധം. ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് വേറെ ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. പ്രതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട കോടതി തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. സർക്കാർ തീരുമാനത്തിൽ CPIക്കും എതിർപ്പില്ല. പാർട്ടി എതിർത്തത് MR അജിത് കുമാറിന്റെ നിയമനം മാത്രമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. MR അജിത് കുമാറിന്റെ പേര് ഒരു ഘട്ടത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അന്ന് CPI സകാരണമായി നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും ശ്രമിക്കില്ല. UDF നേതാവും മന്ത്രിയുമായ MV രാഘവനെ ആക്രമിക്കാനെത്തിയപ്പോൾ പോലീസ് നടത്തിയ ഔദ്യോഗിക നടപടിയെന്നാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കോൺഗ്രസ് എല്ലാ കാലത്തും വിശദീകരിക്കുന്നത്. വെടിവെപ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ. പോലീസ് ആക്ടിൽ ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട്. ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ച് കൊന്നിരുന്നെങ്കിൽ ശ്രീ MV രാഘവനെ അന്ന് CPM പ്ലാൻ ചെയ്ത് MV രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത്. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനെ കേരള പോലീസിന്റെ തലവനാക്കുന്നത് CPIM BJP കൂട്ടുകെട്ടെന്ന രാഷ്ട്രീയ ആരോപണത്തിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.